മഞ്ജു വാര്യർ പോലും പഴയ ഫോട്ടോസ് എടുത്ത് നോക്കി, ഫോട്ടോ എടുത്ത് നോക്കിയാ അല്ലേ, നല്ല വ്യത്യാസമുണ്ട്. എന്തൊരു പറ്റിപ്പാണിത്, ഇന്നലെ അവർ ഇരുന്ന ആളല്ലല്ലോ എന്ന് പുറത്ത് എന്ന് കഴിയുമ്പോൾ അപ്പോൾ ലൈക്ക് ബിക്കോസ് ഒരു സ്മൈൽ ചേഞ്ച് ചെയ്യുമ്പോൾ യുവർ എൻറ്റയർ ഫേസ് ചേഞ്ചസ് അല്ലേ. പക്ഷെ നമ്മൾ ഐശ്വര്യയുടെ ഒക്കെ പല്ല് നോക്കുമ്പോൾ എല്ലാ കാലത്തും ഒരേ നിറമുള്ള പല്ല്, ഒരേ ചിരി, കട്ടിയൊന്നും ആവുന്നില്ല, ഭംഗിയുള്ള പല്ലുകൾ. അപ്പം തന്നെ നമുക്കറിയാം ഈ പല്ലുകൾ എവിടെ നിന്നോ വന്ന പല്ലുകളാണ്. പണ്ടുള്ളവർക്ക് ഇതിൽ കൂടുതൽ പല്ലുകളുണ്ട്. ഇപ്പം നമുക്ക് എല്ലാവർക്കും 3 അണപ്പല്ലുകളേ ഉള്ളൂ, പക്ഷെ പണ്ടുള്ളവർക്ക് 5 അണപ്പല്ലുണ്ടായിരുന്നു. എന്നാൽ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക, 5 മാറി 3ആയി. ഇനി അത് 3 മാറി 2ആവും. ബിക്കോസ് നമ്മുടെ എല്ലാവരുടെയും ജോ സൈസും ഒക്കെ കുഞ്ഞായിക്കൊണ്ടിരിക്കുക. പലതരത്തിലുള്ള ചിരികളുടെ കാലത്ത് നിന്ന് അതിമനോഹരമായ ചിരികൾ മാത്രമുള്ളൊരു കാലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ആരോഗ്യത്തിൽ ഞാൻ റീനു, എനിക്കൊപ്പമുള്ളത് ഡെൻറ്റൽ പോയിന്റിൻ്റെ CEO ആയ ഡോക്ടർ മീനു മോഹനാണ്. ഡോക്ടർ വെൽക്കം. ഹായ്. ഡോക്ടറുടെ നല്ല ചിരിയാണ്, എനിക്ക് സംശയം എൻ്റെ ഉള്ളിൽ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പണ്ട് കാലത്ത് പലതരം പല്ലുകൾ, പലതരം ചിരികൾ, അതിനുശേഷം നമ്മൾ ബ്രേസസ് ഇടുന്ന ആൾക്കാരുടെ അടുത്തേക്ക് വന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് എത്തി നിൽക്കുമ്പോൾ ആര് ചിരിച്ചിട്ടുണ്ടെങ്കിലും എന്തൊരു ഭംഗിയുള്ള ചിരിയാന്ന് പറഞ്ഞു തുടങ്ങി. ഈ ചിരിക്ക് പിന്നിൽ ഒരു ഡെന്റിസ്റ്റിൻ്റെ കരങ്ങൾ എത്രത്തോളം ഉണ്ട്? അയ്യോ, ഇതൊന്നും വേറെ ആരും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, ഇതെന്തായാലും സ്വന്തം ചിരിയാണ്. അല്ലാതെ ഞാൻ കാണുന്ന ഈ ചിരികളൊക്കെ ഇല്ലേ, ഒരേപോലെ ഇരിക്കുന്ന ചിരികൾ, ആ ചിരികളുടെ പിന്നിലുള്ള യാഥാർത്ഥ്യവും സത്യവും എന്താണ്? ഒരു പക്ഷെ അവർ സ്മൈൽ ഡിസൈനിങ് ചെയ്തിട്ടുണ്ടാവാം, സ്മൈൽ കറക്ഷൻ അല്ലെങ്കിൽ സ്മൈൽ ഡിസൈനിങ്. അതിപ്പോൾ പല രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ചെറിയൊരു കുട്ടിയാവുന്ന ചോദിക്കണേ, അതായത് കോളേജ് ഗോയിങ് കുട്ടിയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ അവരുടെ സ്വന്തം പല്ല് തന്നെ കറക്റ്റ് ചെയ്യാനേ നോക്കുള്ളൂ. ഇപ്പോൾ അലൈനർ ഇട്ടോ കമ്പി ഇട്ടോ, അതും ഒരു സ്മൈൽ കറക്ഷനാണ്. നമ്മുടെ ചിരി എത്രത്തോളം ബെറ്റർ ആക്കാൻ കഴിയുന്ന എന്ത് ട്രീറ്റ്മെൻറ്റും നമ്മൾ സ്മൈൽ കറക്ഷൻ എന്ന് പറഞ്ഞാൽ വിളിക്കേണ്ടത്. അതല്ലാതെ ഇന്നത് ചെയ്താലേ സ്മൈൽ കറക്ഷൻ ആവൂ, അങ്ങനെയില്ല. അപ്പോൾ ഇനി അത് ഈ പറഞ്ഞ സ്ഥിതിക്ക് പ്രായത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ ഞാൻ ആദ്യ കാലങ്ങളിൽ കേട്ടിട്ടുണ്ട്, നമ്മളൊരു പല്ലിൽ ബ്രേസസ് ഇടുമ്പോൾ ക്ലിപ്പ് ഇടുക, നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ പല്ലിൽ ക്ലിപ്പ് ഇടണമെങ്കിൽ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ ആവണം എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം പല പിള്ളേരുടെയും കാണുമ്പോൾ നമ്മളൊരു 5ാം ക്ലാസ് തൊട്ടുള്ള പിള്ളേരുടെ ക്ലിപ്പ് കാണുന്നുണ്ട്, ബ്രേസസ് കാണുന്നുണ്ട്. അപ്പം ഈ ബ്രേസസ് ഇടാനുള്ള റൈറ്റ് ഏജ് എപ്പോഴാണ്? ശരിക്കും പറഞ്ഞാൽ നമുക്ക് 6-7 വയസ്സിനുള്ളിൽ നമുക്ക് പാൽപ്പല്ല് കൊഴിഞ്ഞ് പെർമനൻറ്റ് ടൂത്ത് വരാൻ തുടങ്ങുമല്ലോ. അപ്പോഴേ അവർക്ക് പല്ലിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അതായത് പൊന്തിയിട്ടുണ്ടെങ്കിലോ വിടവുണ്ടെങ്കിലോ ഒക്കെ ആ ഏജ് മുതലേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കമ്പി ഒട്ടിക്കുന്നത് ഈ പറയുന്ന പല്ലിൻ്റെ വേരുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടും ഫുള്ളി ഫോംഡ് ആണോ എന്ന് നോക്കും, അടഞ്ഞിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തും നമ്മളൊരു എക്സ്റേ ഒക്കെ എടുത്ത്. അങ്ങനെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ കട്ട് ഒട്ടിക്കാൻ പാടുള്ളൂ. ചില എടുത്ത് നമ്മൾ അങ്ങനെ എക്സ്റേ എടുക്കാതെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ദോഷവശം എന്ന് പറഞ്ഞാൽ കമ്പി അപ്പോൾ നമ്മൾ ഒത്തിരി പ്രഷർ കൊടുത്തല്ലേ പല്ല് താത്തുന്നത്. ആ സമയത്ത് ഈ പറയുന്ന വേരുകൾ കംപ്ലീറ്റ് ആയിട്ട് ഫോം ആയിട്ടില്ല എന്ന് വെക്കുക. അപ്പോൾ ഈ പറയുന്ന പ്രഷറെല്ലാം കൊടുത്ത് താത്തുമ്പോൾ എന്താ പറ്റുക, ഇത് ഈ ഫോമേഷൻ്റെ ഇടയിൽ ഇത് അലുത്ത് പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ അത് ദോഷമാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. പക്ഷേ ഈ പറയണ പോലെ 6-7 വയസ്സ് മുതലേ ചെറിയ ചെറിയ അപ്ലയൻസും ഒറ്റക്കമ്പി പോലത്തെ സാധനങ്ങളൊക്കെ വെച്ചും നമുക്ക് പല്ല് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ഇൻവിസിലൈനിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഇൻവിസിലൈൻ ഉണ്ട്, അതും ചെയ്യാൻ പറ്റും. ഏത് ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ടിരിക്കുന്നത്? ആ പ്രായത്തിലേ നമുക്ക് തുടങ്ങാൻ പറ്റും. അതെ അതെ. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം പിള്ളേരുടെ പല്ല് പോകുന്ന സമയത്താണല്ലോ നമ്മൾ എല്ലാവരും പറയും പല്ല് പോയി വന്നാലാണ് ഒരാളുടെ മുഖം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഈ പല്ല് പോയി വരുമ്പോഴാണല്ലോ നമ്മൾ ചിലർക്ക് ഫുട്ബോൾ സ്റ്റേഡിയം പോലെ പല്ലിനിടയിൽ ഗ്യാപ്പ് വരും, ചിലർ ഭാഗ്യമുള്ളവർക്ക് ഇതൊന്നും ഇല്ലാണ്ട് വരും. പക്ഷേ ഞാനൊരു സെയിങ് കേട്ടേക്കുന്ന പലരും പറഞ്ഞിട്ടുള്ളതാണ്, പല്ലിൻ്റെ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ്. ശരിക്കും അങ്ങനെയാണോ? ശരിയാണ്. നമുക്ക് ഇപ്പോൾ ചെറിയ പ്രായത്തിൽ നമ്മൾ ഇതൊന്നും കറക്റ്റ് ചെയ്തില്ല എന്ന് വെച്ചോ, അപ്പോൾ ചെറിയ ഒരു അഡോളസെൻ്റ് ഏജൊക്കെ ആകുമ്പോഴത്തേക്കും, അതായത് ഈ പറഞ്ഞ എല്ലിൻ്റെ ഫോർമേഷനൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് 4 പല്ല് പറിച്ചേ നമുക്ക് താത്താൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇനി അഡൽട്ട് സ്റ്റേജിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ താടിയെല്ലിൻ്റെ വളർച്ച കൂടുതലോ വളർച്ച കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സർജിക്കൽ കറക്ഷനേ പറ്റുള്ളൂ. അപ്പം ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്തു പോയില്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ പല്ല് പൊങ്ങുന്നതിന് ഇപ്പം എനിക്കറിയാവുന്ന ഒരാൾ, അങ്ങനെ പറയാൻ പറ്റും, ചെറുതായിരിക്കുന്ന സമയത്ത് ഫുൾ ടൈം ഈ വിരൽ വായിലിട്ടുകൊണ്ടിരിക്കുക. അപ്പം അതിന് പലരും പല ഇത് പറയും. ഇപ്പോൾ വലിയ അറിയപ്പെടുന്ന ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു, ഇൻസെക്യൂരിറ്റി കൊണ്ട് അങ്ങ് ഇട്ടോട്ടെ.
അപ്പോൾ പക്ഷേ വേറെ അറിവുള്ള വേറെ ചിലർ പറയുന്ന കേട്ട് നമ്മൾ ഈ വിരൽ വായിലിട്ടുകൊണ്ടിരുന്ന മോണ പൊങ്ങി വരും. ഞാൻ അങ്ങനെയുള്ള ആളെ കണ്ടിട്ടുണ്ട്. മോണ ഫുൾ പൊങ്ങിയിട്ട് ഇങ്ങനെ ആയിപ്പോയി, പല്ലൊക്കെ വന്നപ്പോൾ അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ മോണ പൊങ്ങിപ്പോയി അങ്ങനെ വരുന്ന കേസുകൾ, ഒന്നതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, രണ്ടതിനെന്ത് ചെയ്യാം? ശരിക്കും പറഞ്ഞാൽ 3 വയസ്സ് വരെയൊക്കെ വിരൽ കുടിക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. അത് നാച്ചുറലാണ്. കുഞ്ഞു വാവകൾ വായിൽ വിരലിടുന്നു, കുടിക്കുന്നു, അതൊക്കെ ഉള്ള കാര്യം. പക്ഷേ ഈ 3 വയസ്സിലെ മോണ പൊങ്ങിയിട്ടുണ്ടായിരുന്നു. മോണ പൊങ്ങിയിട്ടുണ്ട് എന്നാണെങ്കിൽ ശരി, ഒരു ഹാബിറ്റ് പോലെ എല്ലാ ദിവസവും കുഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാണ് ഈ പറഞ്ഞ പോലെ ഇൻസെക്യൂരിറ്റി കാരണം അതൊരു ഇഷ്യൂ ആണ്. പിന്നെ നമ്മളെല്ലാം കുഞ്ഞിലെ മുതലേ എന്തെങ്കിലും ഒരു ഹാബിറ്റ് ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിനറിയില്ല അത് ശരിയോ തെറ്റോ എന്നൊന്നും. അപ്പം നമ്മൾ പാരൻസ് ആയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. അത് ഇൻ്റർപ്രിറ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ കറക്റ്റ് ചെയ്തില്ല എന്നാണെങ്കിൽ ഈ പറയണ പോലെ മേൽത്താടി അങ്ങ് വളർന്നുകൊണ്ടേ ഇരിക്കുന്നു. മനസ്സിലായോ? ഇനി അതങ്ങനെ ആയി എന്ന് വെച്ചോ, ഭയങ്കര പ്രൊക്ലൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുക, അതിന് നമുക്ക് അതിന് തക്കതായ വയസ്സിൽ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു പ്യൂബർട്ടൽ സ്റ്റേജ് വരെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്യാൻ പറ്റും. താടിയലിന് വളർച്ചക്കുറവോ വളർച്ച കൂടുതലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സർജറി അല്ലാതെ വേറെ കാര്യങ്ങൾ കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. അത് ഇപ്പോൾ നോർമൽ ലേമന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. ഹെഡ് ഗിയർ എന്നും ചിൻ കപ്പ് എന്നും ഫേസ് മാസ്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ മെത്തേഡ്സ് ഉണ്ട്. അതൊക്കെ വെച്ച് നമുക്ക് ഈ വളർച്ച കുറവ് അല്ലെങ്കിൽ വളർച്ച കൂടുതലൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ വൺസ് ഒരു കുഞ്ഞിന് പെൺകുട്ടിയാണെങ്കിൽ പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം ആൺകുട്ടികളാണെങ്കിൽ പൊടി മീശയൊക്കെ വന്നാലേ ശബ്ദം മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അഡൽറ്റ് ആയല്ലോ. അപ്പോൾ അഡൽറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സർജിക്കൽ കറക്ഷനേ പോസിബിൾ ആവുന്നുള്ളൂ. അപ്പോൾ ഏജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ പല്ല് ചെയ്യുന്നതിൽ. അപ്പോൾ ഇനി ഇപ്പം നമ്മൾ ഈ അകന്നു പോയ പല്ലുകൾ, അതിനെ നമ്മൾ കൊണ്ടുവന്ന് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻ എന്താണ്? അകന്ന പല്ലുകളുടെ ഏറ്റവും പോസിബിളായിട്ട് അതിനെ ഭംഗിയാക്കാൻ, വരുവിയിൽ ഒത്ത പോലെ ആക്കാനുള്ള സൊല്യൂഷൻ എന്താണ്? ശരി, ഏറ്റവും ബെസ്റ്റ് നമ്മുടെ സ്വന്തം പല്ലുകൾ അടുത്തിരിക്കുന്നതിന് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ്. മനസ്സിലായോ? അത് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുക? ഒന്നില്ലെങ്കിൽ കമ്പി ഇടുക, അതല്ലെങ്കിൽ അലൈനർ ഇടുക. അതാണ് 2 പോസിബിലിറ്റീസ്. ഇനി ഇതൊന്നും പറ്റില്ല, എന്താ പറയുക, സമയം തീരെ ഇല്ല, അടുത്ത ആഴ്ച കല്യാണം അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതിനും വേറെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ അലൈനർ പറഞ്ഞല്ലോ, അലൈനർ എന്ന് പറയുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള വെക്കുന്ന സാധനമല്ലേ അലൈനർ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പി ഇടുമല്ലോ. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ കേട്ടു അലൈനർ ഇടുന്നവർക്ക് കമ്പി ഇടുന്നവരുടെക്കാളും കൂടുതൽ ടൈം എടുക്കുന്നുണ്ട്. അങ്ങനെയുണ്ടോ? അലൈനർ ഇടുന്നവർക്ക് കമ്പി ഇടുന്നേക്കാളും കൂടുതൽ ഒരിക്കലും അല്ല, നേരെ ഓപ്പോസിറ്റാണ് ആക്ച്വലി. കമ്പി ഇടുമ്പോഴാണ് ഈ 1.5 വർഷം 2 വർഷം, അതിപ്പോൾ നമ്മൾ പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ കഴിഞ്ഞ മാസം എന്താണോ ചെയ്തത് അത് തന്നെ പ്രീവിയസ് റിപ്പീറ്റ് ചെയ്ത് അടുത്ത മാസവും ചെയ്യേണ്ടി വരും. എന്നാൽ അലൈനറിൽ അങ്ങനെ ഒന്നുമില്ല. അലൈനറിനകത്ത് 5-6 മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആവും. ഇനി ഭയങ്കര കോംപ്ലക്സ് കേസാണെന്ന് വെച്ചോ, അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമ്മളൊരു 10 months അല്ലെങ്കിൽ 12 monthsലേക്ക് പോകുന്നത്. അതല്ലെങ്കിൽ ആ ഒരു സമയം കൊണ്ട് പരിപാടിയെല്ലാം തീരും. അലൈനർ എളുപ്പമാണ്, സമയം പെട്ടെന്ന് സമയം കുറച്ച് മതി. ഓക്കെ, ഇത് മുകളിലെ പല്ല് പൊങ്ങിയിരിക്കുന്നവരുടെ കാര്യങ്ങൾ കൂടാതെ താഴത്തെ പല്ല്, താഴെയുള്ള പല്ല് ഇങ്ങനെ താടി മുഴുവൻ പുറത്തോട്ട് അല്ലെങ്കിൽ അകത്തോട്ടിരിക്കുന്ന ചില കേസസ് ഇല്ലേ? അപ്പോൾ അതിന് ഉള്ളിൽ നിന്ന് ക്ലിപ്പിട്ട്, ഇപ്പോൾ ഉള്ളിലോട്ട് താടി ഇരിക്കുകയാണെങ്കിൽ ഉള്ളിൽ നിന്ന് ക്ലിപ്പിട്ട് പുറത്തോട്ട് തള്ളുക എന്ന് പറയുന്നത് എന്താ പരിപാടി? ഉള്ളിൽ നിന്ന് ക്ലിപ്പിടുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ലിംഗ്വൽ ബ്രേസസ് എന്നാണ് അതിന് പേരിട്ട് വിളിക്കുന്നത്. അത് പുറത്തേക്ക് ആർക്കും കാണണ്ട, കട്ടക്കമ്പി ഇട്ട് നടക്കുന്നത് ആർക്കും കാണണ്ട എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. അതല്ലാതെ രേണു ഇപ്പോൾ പറഞ്ഞ പോലെ അകത്തിട്ടാൽ പുറത്തോട്ട് തള്ളുക അങ്ങനെ ഒന്നുമില്ല. അതിപ്പോൾ നമ്മൾ ഫ്രണ്ടിലിട്ടാലും ബാക്കിലിട്ടാലും അങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇഫ് റിക്വയർഡ് ആണെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഇപ്പോൾ അലൈനേഴ്സിനൊരു റേറ്റ് ഉണ്ട്, കമ്പിക്കൊരു റേറ്റ് ഉണ്ട്, ക്ലിയറിനൊരു റേറ്റ് ഉണ്ട്, സെറാമിക്, ഇങ്ങനെ പല പല റേറ്റുകളുണ്ടോ? സോ ഒരാളുടെ ഫിനാൻഷ്യൽ ഇതനുസരിച്ച് നമ്മൾ ഇതിനെ തരം തിരിക്കുവാണെങ്കിൽ പല്ല് താത്താനുള്ള ഒരാളുടെ ലോവസ്റ്റ് ടു ഹയസ്റ്റ് ഓപ്ഷൻസ് എന്താ? കമ്പി ഇടുക എന്നുള്ളതാണ് കുറച്ചുകൂടെ എക്കണോമിക്കലായിട്ടുള്ള രീതി. പിന്നെ പലരുടെയും വിചാരമുണ്ട് ഒറ്റക്കമ്പി ഇട്ടാൽ പല്ല് താഴുമെന്ന്. അത് ശരിക്കും പറഞ്ഞ ഒരു മിത്താണ്. അത് പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പോൾ കട്ടക്കമ്പി തന്നെ ഇടണം. മനസ്സിലായോ? ആ ഒരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിൽ
കമ്പിയാണ് ഏറ്റവും എക്കണോമിക്കൽ. ഇനി ഒരു ഹയർ റേഞ്ചിലേക്ക് നമ്മൾ പോവുക, നമുക്ക് വേറെ ആരും അറിയണ്ട, നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അലൈനേഴ്സാണ് ബെറ്റർ ഓപ്ഷൻ. അലൈനറിൽ തന്നെ നമുക്ക് ഇന്ത്യൻ അലൈനേഴ്സും ഉണ്ട്, ഇൻവിസ്ലൈൻ എന്ന് പറഞ്ഞ US കമ്പനി അലൈനേഴ്സും ഉണ്ട്. അതെന്താ വ്യത്യാസം? നമ്മുടെ ഈ ഐഫോണും ആൻഡ്രോയിഡും ഒക്കെ പോലെ പക്ഷെ സംഭവം ഒന്ന് തന്നെ. സംഭവം ഒന്ന് തന്നെ. ഓക്കെ, അപ്പം ഏറ്റവും എക്കണോമിക്കലായിട്ടുള്ളത് കമ്പി, അല്ലാത്തത് അലൈനേഴ്സ്. പിന്നെ ഇതിനിടയിൽ ഈ കമ്പി തന്നെ, അപ്പം ഇത് വൈറ്റ് കളറിലുള്ള ഒരു ക്ലിയർ എന്നൊക്കെ പറയുന്ന സെറാമിക് ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ കമ്പി ഇട്ടാൽ ചുണ്ട് പൊട്ടുന്നത് കൂടുതലും, പക്ഷെ മറ്റേ ആ സെറാമിക് പോലത്തെ ഇട്ടാൽ പൊട്ടത്തില്ല എന്ന് പറയുന്നത് ശരിയാണോ? ഇല്ല, ഈ സെറാമിക് തന്നെ വേറെ ഒരു വ്യത്യാസവും ഇല്ല. അതിന് കാഴ്ചയ്ക്കുള്ളൊരു ഭംഗി ഉണ്ടെന്നേ ഉള്ളൂ. അതല്ലാണ്ട് വാമുറിയ, ചുണ്ടുമുറിയ, കമ്പി കുത്തിക്കൊള്ളുക ഇതൊക്കെ ഉണ്ട് സെറാമിക് ആണെങ്കിലും. ആകെ വ്യത്യാസം മെറ്റലിന് പകരം സെറാമിക് ആണെന്ന് മാത്രം, കാണാനുള്ള ഭംഗി. അത്രേ ഉള്ളൂ. ഇനി ഈ കമ്പി ഇടുക എന്ന് പറയുമ്പോൾ പിള്ളേർക്ക് കമ്പി ഇടുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഏത് പ്രായം വരെ നമുക്ക് കമ്പി ഇടാം? ഏത് പ്രായം വരെ പല്ലിൽ കമ്പി ഇടാം? പല്ലിൽ കമ്പി ഇടുന്നതിനൊരു പ്രായപരിധി ഒന്നുമില്ല. ഇപ്പോൾ അഡൽട്സിനാണെങ്കിലും പെൻഷൻ കാശ് സൂക്ഷിച്ച് വെച്ച് കമ്പിയിട്ട പേഷ്യൻസ് വരെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രായപരിധി ഇല്ല. എന്നാൽ സപ്പോർട്ടിങ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്, അതായത് മോണയും എല്ലും നല്ല ബലമുള്ളതായിരിക്കണം, അതല്ലെങ്കിൽ കാര്യമില്ല. ഇപ്പോൾ ഒരു 65 വയസ്സിലുള്ള ഒരു പേഷ്യൻറ്റ് വന്നിട്ട് കമ്പി ഇടണം എന്ന് പറയാം, ഇടാം. പക്ഷെ നമ്മൾ എക്സ്റേ എല്ലാം എടുത്ത് മോണയ്ക്കും എല്ലിനും ഒക്കെ നല്ല സ്ട്രെങ്ത് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട്. ഞാനൊരു ഈ പറഞ്ഞൊരു ഏജ് ഗ്രൂപ്പിലുള്ള ഒരാളെ കണ്ടു, 60s ഒരു ലേഡിയാണ്. അപ്പോൾ ഞാൻ ഇവരെ 50s കാണുന്ന സമയത്ത് ഇവരുടെ പല്ലിനെല്ലാം നമ്മൾ ഭയങ്കര ഗ്യാപ്പൊക്കെ ഉണ്ട്, പൊങ്ങിയ പല്ലൊക്കെയാണ്. എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല, ഞാൻ ഡോക്ടറോട് ചോദിക്കുകയാണ്. പല്ലെല്ലാം നിരയൊത്ത് ഒരാഴ്ചത്തെ എന്തൊക്കെയോ പരിപാടിയൊക്കെ ചെയ്ത് ഒരാഴ്ച കൊണ്ട് എന്തായാലും പല്ലുകൾ ഇപ്പോട്ട് തിരിച്ചു വന്നതല്ലോ, അലൈനറും അല്ല. സോ ഷി ഡിഡ് സംതിങ്. ആ ഒരു സംതിങ് എന്തായിരിക്കും? അതെന്താ അവർ ചെയ്യണേ? അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആംഗുലേറ്റഡ് ആണെന്ന് വെച്ചാൽ പൊന്തിയിരിക്കുക ഫ്രണ്ടിലോട്ട്, അത് നമുക്ക് നേരെയാക്കാൻ പറ്റും. പല്ല് രാഗി സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം ക്യാപ്പ് ഇട്ട് സെക്യൂർ ചെയ്യാൻ പറ്റും. അതാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ക്യാപ്പ് ഇടുക എന്ന് പറയുമ്പോൾ ഈ ക്യാപ്പ് പല്ലിൻ്റെ അതേ കളറിലാണോ ഫുള്ളായിട്ടിരിക്കുക? അതെ, നമുക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ വായനകത്ത് ഓൾറെഡി ഉള്ള നല്ല പല്ലിൻ്റെ സെയിം ഷെയ്ഡ് നമുക്ക് മിമിക് ചെയ്യാൻ പറ്റും. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത്ര മാച്ചിങ് ഒന്നും ആയിരിക്കില്ല, പക്ഷേ ഇപ്പം അടിപൊളിയായിട്ട് നമുക്ക് അവർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള പേഷ്യൻസും ഉണ്ട്. അവർ നമ്മൾ പറയും ക്രൗൺസ് അല്ലെങ്കിൽ ക്യാപ്പ് ഇട്ട പേഷ്യൻസ് 6 മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്തിരിക്കണം എന്ന് മസ്റ്റായിട്ട് പറയാം. അപ്പോൾ അവർ വരുമ്പോൾ ഡോക്ടർ ഇതിലേതാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ തന്നെ വെച്ചതാ കണ്ടുപിടിച്ചോ, അങ്ങനെയാണ് നമ്മുടെ അടുത്ത് പറയാറ്. അപ്പോൾ അങ്ങനത്തെ കേസസ് ഉണ്ട്. അപ്പോൾ ഈ നമ്മൾ ക്യാപ്പ് ഇടുന്ന സിറ്റുവേഷൻസ്, ഇപ്പോൾ നമ്മൾ ക്യാപ്പ് ഇടുമല്ലോ, അപ്പോൾ ക്യാപ്പ് ഇടുന്ന എല്ലാ പല്ലും റൂട്ട് കനാൽ ചെയ്തിട്ട് വേണോ ക്യാപ്പ് ഇടാൻ? ക്യാപ്പ് ഇടണം. ഇപ്പം പറഞ്ഞ അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഇങ്ങനെ ആംഗുലേറ്റഡാണ് മുന്നിലോട്ട്. അപ്പോൾ നമുക്കത് നേരെയാക്കുമ്പോൾ ഒരു സർട്ടൻ പുളിപ്പും കാര്യങ്ങളും ഇനാമൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പുളിപ്പൊരു പ്രശ്നമാണ് നിങ്ങളുടെ അടുത്ത് വരുമ്പോഴാണല്ലോ. അപ്പോൾ പുളിപ്പും വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വേദന വെച്ചുകൊണ്ട് ക്യാപ്പ് ഇടാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇൻറ്റൻഷനലായിട്ട് RCT ചെയ്യുക. ഓക്കെ, അതായത് പല്ലിന് കേടില്ല, പക്ഷേ പുളിപ്പ് വന്നുകൊണ്ട് നമ്മളവിടെ റൂട്ട് കനാൽ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരിക. അതല്ലെങ്കിൽ നമ്മൾ ഈ ക്യാപ്പെല്ലാം ഇട്ട് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് പുളിപ്പാണ് ഡോക്ടറെ, വെള്ളം കുടിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞാൽ പാടാണ്. അത് നമുക്ക് ഇത് ഇടാം, അപ്പം ആവശ്യമാണത്. ഇപ്പം ക്യാപ്പ് ഇടുന്നത് റൂട്ട് കനാൽ ചെയ്തിട്ടിടുന്ന ക്യാപ്പുകളുണ്ട്, പക്ഷെ പല്ലിന് കേട് വന്നു കഴിഞ്ഞാൽ അതിനെ ക്ലീൻ ചെയ്തിട്ടിടുന്ന ക്യാപ്പുകളുണ്ട്. ക്യാപ്പ് ഇടുന്നതിന് റൂട്ട് കനാൽ മസ്റ്റാണോ? ക്യാപ്പ് ശരിക്കും പറഞ്ഞാൽ ഇടുന്നത് റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനാണ്. അതായത് കേട് വന്ന് ആഴത്തിലായി ആൾക്ക് വേദന വരുമ്പോഴാണ് നമ്മൾ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരുന്നത്. ചെയ്ത് കഴിഞ്ഞാലോ നമ്മളിപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കാതിരിക്കുന്ന പോലെ പല്ല് ഓവർ സം ടൈം ബ്രിട്ടിലായി പൊട്ടിപ്പൊക്കൊണ്ടേയിരിക്കും ക്യാപ്പ് ഇട്ടില്ല എന്നാണെങ്കിൽ. കാരണം അതിനകത്തെ ജീവനുള്ള അംശങ്ങൾ മാറ്റി പല്ല് ഡെഡാണ്. ഓവർ സം ടൈം എന്തായാലും അത് പൊട്ടിപ്പോവും. അപ്പോൾ പൊട്ടിപ്പോകുന്നത് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും കട്ടിയുള്ള സാധനം കഴിക്കുമ്പോൾ അതെങ്ങാനും വക്ക് വെച്ച് പൊട്ടിപ്പോയാലോ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പല്ല് പിന്നെ പറിച്ച് കളയാന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്യാപ്പിട്ട് എന്തായാലും അത് സെക്യൂർ ചെയ്തിരിക്കണം. ഇപ്പം ക്യാപ്പ് റൂട്ട് കനാൽ എന്തോ എന്നോട് ചോദിച്ചു, കേട് വന്നാലാണ് റൂട്ട് കനാൽ ചെയ്ത പല്ലിനാണോ ക്യാപ്പ് ഇടണ്ടേ അതല്ലെങ്കിൽ? അല്ലല്ല, ആ ചോദ്യം ഞാൻ ചോദിക്കണേ, അതിന്റെ ഉത്തരം ഡോക്ടർ പറഞ്ഞില്ല, അവിടെ ഞാൻ ചോദിക്കുക. അപ്പൊ ക്യാപ്പ് റൂട്ട് കനാൽ ചെയ്യാത്ത പല്ലിനും ക്യാപ്പ് ഇടുന്ന സന്ദർഭങ്ങളുണ്ട്. ഉണ്ട്. അപ്പൊ അങ്ങനെ ഇട്ട പല്ലുകൾ ക്യാപ്പ് ഇട്ടല്ലോ, പിന്നീട് അതിന് കേടുവരുമോ?
പിന്നീട് കേട് വരാം. വരുമല്ലേ? വരും. അങ്ങനെ സംഭവം ഉണ്ടല്ലേ വായിക്കുന്നത്? എന്റെ വേദനകളാണ് ഞാൻ ചോദിക്കുന്നത്. അത് എന്തിനായിരുന്നു അങ്ങനെ ചെയ്തത്? എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഡോക്ടർ ഇനി ഒന്ന് കാണുമ്പോൾ എനിക്ക് പിടിച്ച് ചോദിക്കണം, എന്റെ പൊന്ന് ഡോക്ടർ എന്തിനാണ് റൂട്ട് കനാൽ ചെയ്യാണ്ട്? ഇപ്പൊ എന്നും ഈ ഭീതിയിൽ ഞാൻ നടക്കും. കാരണം എന്നോടൊരു ഡോക്ടർ പറഞ്ഞു, എന്താ സംഭവം എന്താന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഏജ്ഡ് ആവുകയാണല്ലോ അങ്ങോട്ട് പോകും തോറും. അപ്പൊ നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ മാറുന്ന പോലെ പല്ലിന് ചുറ്റുമുള്ള മോണയുടെയും എല്ലിന്റെയും പൊസിഷൻസ് എല്ലാം മാറും അല്ലേ? അതെ, അപ്പൊ അടുത്തിരിക്കുന്നതിൽ ഗ്യാപ്പ് വരും. അങ്ങനെയല്ല, ഈ മോണയും എല്ലും ഒക്കെ താഴ്ന്നു പോകുമ്പോൾ നമുക്ക് അതിന്റെ അടിയിൽ കൂടെ ഫുഡ് കയറാൻ തുടങ്ങും. അപ്പൊ ഇത് ജീവനുള്ള പല്ല അകത്തിരിക്കുന്നത്. അപ്പൊ അതെന്തായാലും കേടും. വലിയ താമസമില്ലാണ്ട് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞു. അവനെ റൂട്ട് കനാൽ ചെയ്യുവാണ് സേഫ്. ക്യാപ്പ് ഇട്ടവരെന്തായാലും 6 മാസം കൂടുമ്പം റെഗുലർ ചെക്കപ്പും ക്ലീനിങ്ങും ചെയ്യണം. അപ്പൊ ഇതൊരു സാധാരണ ക്ലീനിങ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട് തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറയും. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം കേട് വന്ന ആഴത്തിലാവുമ്പോഴല്ലേ ഒരു വ്യക്തി നമ്മുടെ അടുത്തോട്ട് വരുന്നത്. അല്ലെങ്കിൽ ഒരു രോഗി വേദന വരുമ്പോൾ അസുഖം ഉള്ളപ്പോഴല്ലേ ഞങ്ങളുടെ അടുത്ത് വരുന്നത്, പ്രത്യേകിച്ച് പല്ല്. അതെ. അപ്പം ഞങ്ങളുടെ പേഷ്യൻസ് ഒക്കെ ഫുഡ് ഇടയിൽ കയറുന്നു, അതല്ലെങ്കിൽ ബ്രഷ് ചെയ്തപ്പോൾ ബ്ലീഡ് ചെയ്യുന്നു, അല്ലെ വേദനയുണ്ട്. ഈ 3 കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് വരാറ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ക്യാമ്പിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഡോക്ടർ ക്ലീൻ ചെയ്യുന്ന കാര്യവും പറഞ്ഞു. അപ്പൊ പൊതുവെ ഒരാള് ഡെന്റിസ്റ്റിന്റെ അടുത്തോട്ട്, പ്രത്യേകിച്ച് പേടി എന്ന് പറഞ്ഞാൽ ഈ പുളിപ്പും എനിക്ക് തോന്നുന്നു ആ ഡ്രില്ല് ചെയ്യണ പോലത്തെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തുളച്ച് കയറണ പോലത്തെ പേടിയും വേദനയും ഒത്തിരി പേർക്ക് വരും. നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടും. അത് കേൾക്കണ്ട, അവിടെ എത്തിക്കഴിയുമ്പോൾ ഉള്ളിൽ കേൾക്കുമ്പോൾ തന്നെ അയ്യോ അതൊരു ഫീലിംഗ്. അപ്പൊ ഈ പല്ലിന്റെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ശരിക്കും ഒരാൾ ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് വരണേ. എന്നാൽ ഏതു പ്രായത്തിൽ എത്ര ഫ്രീക്വൻസിയിൽ ഒരാൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത് വരണം? 6 മാസം കൂടുമ്പം എന്തായാലും വരണം. ഒരു റെഗുലർ ചെക്കപ്പ്, പ്രശ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഏത് പ്രായം തൊട്ട്? ഏത് പ്രായം മുതൽ ക്ലീൻ ചെയ്യണം? ഇപ്പോൾ കുഞ്ഞിലേ മുതലേ വരണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാനൊരു ഓർത്തഡോണ്ടിസ്റ്റാണ്. അപ്പോൾ എനിക്ക് കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ 6 മുതൽ 7 വയസ്സ് മുതലേ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ടൈമിൽ കാണിക്കാം. ഇനി ഇതല്ലാണ്ട് കുഞ്ഞുങ്ങൾക്ക് വായിൽ പാൽപ്പല്ല് വന്നു തുടങ്ങുന്നത്, പാൽപ്പല്ലിലും കേടുവരും. പാൽപ്പല്ല് വന്നു തുടങ്ങുക 6 മാസത്തിലേ വന്നു തുടങ്ങും, മനസ്സിലായോ? ആ പാരൻറ്റിന് ഒന്ന് റെഗുലർ ചെക്കപ്പ് ഇനി നമുക്ക് പ്രിവെൻറ്റീവായിട്ട് ചെയ്യണം എന്നാണെങ്കിൽ യെസ്, ഡെഫിനറ്റ്ലി ആ ഫസ്റ്റ് ടൂത്ത് വരുമ്പോഴേ ഡെൻറ്റിസ്റ്റിനെ കാണിക്കാം. അതൊരു പ്രശ്നം വന്നിട്ട് കാണിക്കണം എന്നല്ല, പക്ഷേ 6 മാസത്തിലെ അവർക്ക് നമുക്ക് എന്തൊക്കെ, ഇപ്പം എല്ലാവരും, ഇപ്പം ഞാൻ തന്നെ ഒരു അമ്മയായപ്പോഴാണ് കുഞ്ഞുങ്ങളെ എങ്ങനെ പല്ല് ഏൽപ്പിക്കണം എന്നൊക്കെ ഞാൻ മര്യാദയ്ക്ക് നോക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ പഠിച്ചത്. അതുപോലെ തന്നെയല്ലേ എല്ലാ സ്ത്രീകളും അമ്മമാരാകുമ്പോഴല്ലേ നമ്മൾ ചെക്ക് ചെയ്യാനും ഒക്കെ പഠിക്കുന്നത്. ഇപ്പം അച്ഛന്മാരാണെങ്കിലും പാരൻസ് ആവുമ്പോൾ ആണ് നമ്മൾ പല സ്റ്റേജസിൽ കൂടെ നമ്മൾ ഓരോന്നും പഠിക്കാൻ തുടങ്ങുന്നത്. അന്നേരം അവർക്ക് ആ ഒരു 6 മാസത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും അവരുടെ ആ സിംഗിൾ ടൂത്ത് എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം, അതല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പല്ല് ബ്രഷ് ചെയ്ത് കൊടുക്കണം, പല്ല് തേച്ച് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് അന്നേരം മുതലേ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം എൻ്റെ ചോദ്യം അത് തന്നെയാണ്. കൊച്ചു പിള്ളേരുടെ പല്ല് നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു 3 വയസ്സ് വരെയുള്ള പിള്ളേർ അവരുടെ പല്ല് എങ്ങനെയാണ് നമ്മൾ, കാരണം അവർക്ക് തന്നെ തേക്കാറോ ഒന്നും ആയിട്ടില്ലേ, അപ്പോൾ അവരുടെ പല്ല് നമ്മൾ എപ്പോൾ തേക്കണം, എത്ര തവണ തേക്കണം, അതെങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വലിയ ആൾക്കാരെ പോലെ തന്നെ ട്വൈസ് ഡെയിലി, 2 തവണ രാവിലെയും വൈകിട്ടും എന്തായാലും ബ്രഷ് ചെയ്യണം. രാത്രി ബ്രഷ് ചെയ്യണം എന്നുള്ളത് കൂടുതൽ ഇമ്പോർട്ടൻ്റാണ്. ബിക്കോസ് നമ്മൾ പകലെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കഴിക്കും, എന്നിട്ട് അത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ഉറങ്ങുന്നൊന്നും ഓർത്ത് നോക്കിയേ, നമ്മുടെ സലവയായിട്ട് മിക്സപ്പായി അതങ്ങ് ഉറച്ചു പോകും പല്ലിലേക്ക്. അപ്പോൾ അതിന് പകരം നമ്മൾ രാത്രിയിൽ എന്ത് വന്നാലും ബ്രഷ് ചെയ്തിരിക്കണം. അതാ നമ്മുടെ സൊസൈറ്റി, അല്ല നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ പഠിച്ചേക്കുന്ന രാവിലെ ബ്രഷ് ചെയ്യുക, സ്കൂളിൽ പോകുന്നതിന് മുമ്പേ ബ്രഷ് ചെയ്യുക, അങ്ങനെയൊക്കെ. സോറി, ഞാൻ സബ്ജക്റ്റ് വിട്ടുപോയി. രാവിലെ വൈകിട്ടും എന്തായാലും ബ്രഷ് ചെയ്യണം. അപ്പോൾ അത് കുഞ്ഞുങ്ങളാകുമ്പം വലിയ ബ്രഷും അതൊന്നും വേണ്ട, വെറുതെ ഫിംഗർ ബ്രഷൊക്കെ ഉണ്ട്, ഫിംഗർ ബ്രഷ് വെച്ച് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ എന്താ പറയുക, ചെറിയ അവിടെ ഇവിടെയൊക്കെ മുട്ടിയാൽ തന്നെ അവർക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ്. പിന്നെ അവർ ചിലപ്പോൾ അതിനോട് താല്പര്യം കാണിക്കുകയില്ല. അപ്പോൾ അതിന് പകരം ഈ പറയുന്ന സിലിക്കോൺ ഫിംഗർ ബ്രഷൊക്കെ ഉണ്ട്, അത് വെച്ച് ചെയ്യാം. പക്ഷേ രാവിലെയും വൈകിട്ടും. ഓക്കെ. അപ്പോൾ ഈ ബ്രഷുകൾ തന്നെ ഇലക്ട്രിക് ബ്രഷുകൾ, മറ്റേ അങ്ങനത്തെ ബ്രഷുകളാണ് കൂടുതൽ നല്ലത്, അത് കൂടുതൽ പല്ല് ക്ലീൻ ആക്കും എന്ന് പറയുന്നത് ശരിയാണോ?
യെസ്, അത് കുറേ സ്റ്റഡീസ് ഉണ്ട്, നന്നായി ക്ലീൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കിപ്പം നമ്മുടെ സാധാരണ ബ്രഷില്ലേ, മാനുവലി നമ്മൾ ചെയ്യുന്ന കറക്റ്റാണെങ്കിൽ അത് മതി, ഇത് തന്നെ വേണം അങ്ങനെയില്ല. എന്നാൽ ചിലർക്ക് അത് അറിയില്ലാത്ത ചിലരുണ്ട്, എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും അവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യെസ്, ഡെഫിനറ്റ്ലി ഇലക്ട്രിക് ടൂത്ത് ബ്രഷാണ് ബെറ്റർ ഓപ്ഷൻ. ശരിക്കും എങ്ങനെയാണ് പല്ല് തേക്കേണ്ടത്? എല്ലാവരും പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഇവൻ ഐ വാസ് ടോട്ട് ദ സെയിം. വീട്ടിലാണെങ്കിലും ഞാൻ ഉമ്മിക്കരിയൊക്കെ വെച്ച് തേച്ചിട്ടൊക്കെ ഉണ്ട് ഇങ്ങനെ. ഞാൻ മറ്റേ മാവിൻ്റെ ഇലയൊക്കെ അതുണ്ട്, മാവിൻ്റെ ഇലയുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ മേളിൽ നിന്നും താഴോട്ട് നമ്മുടെ ബ്രഷിൻ്റെ ബ്രിസിൽസ് ഒരു 45 ഡിഗ്രി ആംഗുലേഷനിലേക്ക് മോണയുടെ മുകളിലായിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് പതുക്കെ മോണേന്ന് വേണം നമ്മൾ താഴോട്ട് ബ്രഷ് ചെയ്യാനായിട്ട്. ടോപ്പ് ടു ബോട്ടം. ഇപ്പോൾ താഴെയാണെങ്കിൽ ബോട്ടം ടു ടോപ്പ്, അങ്ങനെ വേണം. ചവയ്ക്കുന്ന സർഫസിൽ റൗണ്ട്. ഉള്ളിലെ ഭാഗത്ത് പുറത്തേക്ക് നമ്മുടെ ബ്രിസിൽസ് ഉള്ളിലെ സർഫസിൽ അമർത്തി പിടിച്ചിട്ട് പുറത്തേക്ക് ബ്രഷ് ചെയ്യണം. പ്ലസ് ടങ്കും ക്ലീൻ ചെയ്യണം. അതിപ്പോൾ എന്നോട് ചോദിച്ച പോലെ ചെറിയ പ്രായത്തിലും ടങ്കും ക്ലീൻ ചെയ്യണം മസ്റ്റായിട്ട്. ഈ ടങ് ക്ലീനർ ഒരു ഭയങ്കര പ്രശ്നക്കാരനാണ്. ഓക്കെ, അത് പ്രോപ്പറായിട്ട് ക്ലീൻ ആകാൻ ഒത്തിരി പേർക്ക് അറിയില്ല എന്നാവും. മുറിഞ്ഞ കേസസ്, പിന്നെ നീറ്റിൽ ഭയങ്കര പ്രശ്നം. അപ്പോൾ ടങ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യേണ്ടത്? ടങ് സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു ടങ് ക്ലീനർ പോലും വേണമെന്നില്ല. ദർ ആർ സ്റ്റഡീസ്, അതായത് കുറേ സ്റ്റഡീസ് കാണിക്കുന്നുണ്ട് നമ്മൾ ടങ് ക്ലീനർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ അതിൻ്റെ കൂടെ പ്രശ്നമാവും, പോവും എന്നൊക്കെ പറയുന്നവരും ഉണ്ട്. അപ്പോൾ അതിന് പകരം സാധാരണ ഒരു ബ്രഷിൻ്റെ ബ്രിസിൽസ് വെച്ച് നമുക്കത് ക്ലീൻ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അവിടെ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഓൺ എ റെഗുലർ ബേസിസ് രാവിലെയും വൈകിട്ടും നമ്മളുടെ പല്ല് സൂക്ഷിക്കുന്ന പോലെ തന്നെ നാക്കും ക്ലീൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ മൗത്ത് ബാഡ് ബ്രത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഇവിടുത്തെ പല്ലുകൾ ഓക്കെ, പക്ഷെ നമുക്ക് ഈ അറ്റത്ത് പല്ലുണ്ടല്ലോ, മോളാറും പ്രീമോളാറും, അപ്പം ഇങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ ബ്രഷിനൊന്നും ഒരു ഗുമ്മില്ല. ഇവിടെ വരെ എത്തിക്കഴിയുമ്പോൾ ബ്രഷിന് ഞാൻ പോണില്ല അറ്റത്തോടെ. ഒരുപാട് പേർക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട്. അതെന്ത് പ്രത്യേകിച്ച് ഇപ്പൊ ജെൻസി കിഡ്സിന് ഒന്നും സ്ഥലമേ ഇല്ല പല്ല് പുറത്തേക്ക് വരാനല്ലേ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് എല്ലാവർക്കും 5 മോളാർ അണപ്പല്ലുകൾ ഉണ്ടാവും. പറഞ്ഞാൽ വിശ്വസിക്കോ? ഇപ്പം 3 ഉണ്ട് നമ്മുടെ വായിക്കകത്ത്. വിസ്ഡം ടൂത്തും കൂടെ കൂട്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ പലർക്കും വിസ്ഡം ടൂത്ത് വന്നില്ല പുറത്തേക്ക്. അത് വന്ന് കഷ്ടപ്പെടുന്നവരും എടുക്കാൻ വേദനിക്കുന്നവരുണ്ട്. അപ്പൊ അവിടെ എത്തുന്നില്ല, സ്ഥലമില്ല എന്നാണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള പല്ലിനെയും കൂടെ പ്രൊട്ടക്ട് ചെയ്യണം എന്നാണെങ്കിൽ യെസ്, ഡെഫിനറ്റ്ലി ഗെറ്റ് ഇറ്റ് എക്സ്ട്രാക്റ്റഡ്. വെറുതെ അത് വെച്ചോണ്ടിരിക്കരുത്. അപ്പൊ വിസ്ഡം ടൂത്ത് എക്സ്ട്രാക്ട് ചെയ്തു, ഓക്കെ, ആ സേഫ്റ്റി ഞാൻ കൊണ്ടുവന്നു വിചാരിക്കാം. പക്ഷെ അതിന്റെ ഇപ്പുറത്തേതിലും പല്ല് എത്തുന്നില്ല ബ്രഷ്. അപ്പൊ ഏറ്റവും അറ്റത്തെ പല്ല് എങ്ങനെ ക്ലീൻ ചെയ്യണം? ഏറ്റവും അറ്റത്തെ പല്ല് ഈ പറഞ്ഞ പോലെ നമുക്ക് ചുറ്റും ക്ലീൻ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണ് നമുക്ക് എന്താ പറയുക, പ്രൊട്ടക്റ്റ് ആയിട്ട് അതല്ലെങ്കിൽ ക്ലീൻ ആയിട്ടിരിക്കുന്നത്. അതൊന്നും നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ടെക്നിക് സെൻസിറ്റീവ് ആണ്, പക്ഷേ എങ്കിലും നമ്മളത് മാസ്റ്റർ ചെയ്തെടുത്തേ പറ്റുള്ളൂ. എല്ലാവരും വേറെ വഴിയില്ല. അതുപോലെ അത് ഫുഡിൻ്റെയും ഉണ്ടോ? മേ ബി കൈൻഡ് ഓഫ് ഫുഡ് ദേ ഈറ്റ്, അതിനും ഉണ്ടോ പല്ല് കേടാക്കല്? അതായത് സ്റ്റിക്കി ആയിട്ടുള്ള ഫുഡ്, ഹൈ കാലറി ഫുഡ്. നമ്മുടെ എല്ലാവരുടെയും പല്ല് ഒന്നും സ്മൂത്ത് സർഫസ് അല്ല, കുറേ കുണ്ടും കുഴികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന സ്നാക്സ് ഐറ്റംസ് എല്ലാവരും ഇപ്പം പ്രോപ്പർ മീലൊന്നും കഴിക്കണില്ല, ഇടയ്ക്ക് സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ പറയുന്ന കുണ്ടും കുഴിയിലും ഒക്കെ പോയി സ്റ്റിക്ക് ഓൺ ചെയ്യും. ഒരു 2-3 hours അത് അവിടെ തന്നെ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അത് പതുക്കെ ഡീമിനറലൈസ്ഡ് ആവാൻ തുടങ്ങും. നമ്മുടെ ഇനാമൽ ഡീമിനറലൈസ് ചെയ്ത് തുടങ്ങും, മോശാവസ്ഥയിലാക്കാം. അതാണ് ഇങ്ങനെ ചോക്കിയായിട്ട് ഇങ്ങനെ ചെറിയ കുഴികളാവാനും കൂടുതൽ വലിയ ക്യാവിറ്റീസും വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത്.